നമസ്കാരം, ഞാൻ ഷിജു, സ്കൈഫോർഡ് റൂഫി. നമ്മൾ പ്രീമിയം ടൈൽ ഉപയോഗിച്ച് വീടുകൾ ലേ ചെയ്യുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ലീക്കേജ്. നമ്മുടെ മെഷീൻ ടൈലുകൾ പൊതുവെ എല്ലാം തന്നെ ഡബിൾ ഗ്രൂവിൽ വരുന്ന ടൈലുകളായിരിക്കും. പ്രീമിയം ടൈലുകളെല്ലാം മെഷീൻ മെയ്ഡ് ടൈലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓട് ലേ ചെയ്യുന്ന സമയത്ത് ഇതിന് ലീക്കേജിന് 1% പോലും ചാൻസ് ഉണ്ടാകുകയില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ എല്ലാ റൂഫുകളിലും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ലീക്കേജിൻ്റെ. അത് ഒരു ശരിയായ റൂഫിംഗ് എക്സ്പേർട്ട് വർക്ക് കൈകാര്യം ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ലീക്കേജ് വരുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ലീക്കേജ് വരാനുള്ള പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഏരിയ തന്നെയാണ് ഈ വാലി ഏരിയ. നമ്മളൊരു വാലി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഒരു റൂഫിൻ്റെ വാലി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ റൂഫിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ആ വാലിയിൽ എത്ര വെള്ളം വരും, ആ വെള്ളത്തിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നതിനനുസരിച്ചുള്ള വാലി ഷീറ്റ് വേണം നമ്മൾ ഈ വാലിയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഈ വാലി ഷീറ്റുകൾ തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഷീറ്റുകൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഫുൾ ലെങ്ത് ഷീറ്റുകൾ, റെഡിമെയ്ഡ് ഷീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് 1.2 മീറ്ററിൽ ജോയിൻറ്റുകളാകുമ്പോൾ അതിന് ഉള്ള ജോയിൻറ്റിനുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതേപോലെയുള്ള ഫുൾ ലെങ്ത് ഷീറ്റുകൾ, വാലിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ഷീറ്റുകൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ വാലി ഷീറ്റിൻ്റെ എഡ്ജ് നമ്മൾ വീണ്ടും ഒരു 1.5 ഇഞ്ചോളം വീണ്ടും സൈഡിലേക്ക് മടക്കിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ മടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഈ വാലിയിൽ വെള്ളം ഓവറായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം സൈഡിലേക്ക് ഫ്ലോ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ മടക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വാലിക്ക് നമ്മൾ എത്ര വലിപ്പമുണ്ടെന്നും ആ വാലിയിൽ എത്ര വെള്ളം വരും എന്നതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ വാലി ഷീറ്റ് ഉപയോഗിക്കാനായിട്ട്. വാലി ഷീറ്റ് നമ്മൾ വെച്ച് ഇതിന് ശേഷം നമ്മൾ ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമ്മൾ വാലി ഷീറ്റ് സ്ക്രൂ ചെയ്ത് ഫിക്സ് ആക്കി നിർത്തും. ഓടിൻ്റെ മുകളിൽ കൂടി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായി റിപ്പയറിന് കയറുന്ന സമയത്ത് ഈ വാലി ഷീറ്റ് മൂവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇതേ രീതിയിൽ നമ്മളൊരു പ്രോപ്പർ വാലി ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാലിയിൽ പിന്നെ ലീക്കിന് 1% പോലും ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഏറ്റവും നല്ല റൂഫിംഗ് എക്സ്പെർട്ട് തന്നെ ഈ ജോലികൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും നല്ലൊരു പോംവഴി. അതേപോലെ നമ്മൾ വാലി ഷീറ്റ് വാലിയിൽ സെറ്റ് ചെയ്ത് എൻ്റയർ ഗട്ടർ വരെ ഈ വെള്ളത്തിന് കറക്റ്റായിട്ട് ഫ്ലോ ഉണ്ടാകത്തക്ക രീതിയിലാണ് നമ്മൾ വാലി സെറ്റ് ചെയ്യുന്നത്. ഈ വാലിക്ക് പിന്നീട് ഒരിക്കലും ഒരു ചലനം സംഭവിക്കാത്ത രീതിയിലാണ് നമ്മൾ വാലി ഫിക്സ് ചെയ്യുന്നത്. അതിനെല്ലാം നമ്മൾ ടെക്നിക്കലി ആയിട്ടുള്ള വശങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂസ് ആണെങ്കിലും ഹെഡുള്ള ടൈപ്പ് സ്ക്രൂസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ വാലി ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 സൈഡിൽ നിന്നും കറക്റ്റ് പോയിന്റ് ഓഫ് ലൈനിൽ റൂഫ് ടൈൽ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത്. റൂഫ് ടൈൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വാലി എപ്പോഴും കറക്റ്റ് ഒരു ലൈനിൽ തന്നെ നിൽക്കും. അതാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത്.
അതേപോലെ തന്നെ ഈ പ്രീമിയം ടൈലുകളുടെ റിഡ്ജസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരിടമാണ് ഈ റിഡ്ജ് ആൻഡ് ഹിപ്പ് ഏരിയ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ പ്രീമിയം ടൈലുകൾ സിമെൻറ്റോ അല്ലെങ്കിൽ സിലിക്കണോ ആയിട്ട് ബോണ്ടിങ് ആവുക എന്ന് പറയുന്നത് വളരെ ചാൻസ് കുറവാണ്. കാരണം പ്രീമിയം ടൈലുകൾ എപ്പോഴും ഫിക്സഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് സെറാമിക് കോട്ടഡോ അല്ലെങ്കിൽ പിഗ്മെന്റ് കോട്ട് ചെയ്തായിരിക്കും വരുന്നത്. ആ കോട്ടിങ്ങിന് പുറത്തേക്ക് നമുക്ക് സിമെന്റ് ഫിക്സ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിമെന്റ് മെത്തേഡിൽ റിഡ്ജസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിഡ്ജസ് ഒരു വർഷത്തിനകം ഇത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ടാകുന്നത്. അതിനുള്ള പുതിയ റൂഫിംഗ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഈ റിഡ്ജസ് നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമ്മളിവിടെ റിഡ്ജ് ട്രീ എന്ന് പറയുന്ന ഒരു മെത്തേഡ് പൈപ്പും കൊണ്ട് ഹോളോ സെക്ഷൻ ഉപയോഗിച്ച് റിഡ്ജ് ട്രീ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റിഡ്ജ് ട്രീക്ക് മുകളിലായി നമ്മൾ ഇതേപോലെയുള്ള ഫ്ലാഷിംഗ് ആണ് ഒട്ടിക്കുന്നത്. ഈ റിഡ്ജ് ട്രീയുടെ ഇതിലെന്ന് കാണുന്ന ഈ നേരിയ ഗ്യാപ്പിലൂടെ ആണെങ്കിലും ചെറിയൊരു മോയ്സ്ചറോ അല്ലെങ്കിൽ ചെറിയൊരു തുള്ളി പോലും അകത്തേക്ക് പോകാത്ത രീതിയിൽ ഈ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈസി ഫ്ലാഷ് ഇവിടെ ഒട്ടിക്കുന്നത്. ഇതിന് ടോപ്ലെക്സ് എന്നാണ് പറയുന്നത് പൊതുവെ. ഈ ടോപ്ലെക്സ് ഈ ലൈനിൽ റിഡ്ജ് ട്രീയുടെ മുകളിലായിട്ട് നമ്മൾ ഒട്ടിക്കുന്നു. ഇത് ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും സക്സസ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഈ റിഡ്ജസ് ഫിക്സ് ചെയ്യുന്നതിനായിട്ടുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണിത്. ഇതിന് ശേഷം നമ്മൾ റിഡ്ജസ് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിഡ്ജസ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഡ്ജ് ട്രീ ഇവിടെ വെൽഡ് ചെയ്ത് ഫാബ്രിക്കേറ്റഡ് രീതിയിൽ റിഡ്ജ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രീമിയം ടൈലുകൾ ലേ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ആവശ്യമാണ്. നമ്മുടെ ഓരോ ട്രെൻഡിന് അനുസരിച്ചുള്ള സപ്പോർട്ടിംഗ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ്. ആ സപ്പോർട്ടിംഗ് മെറ്റീരിയൽ വെച്ച് വേണം നമ്മൾ ഈ റിഡ്ജ് ടൈലും അതുപോലെ തന്നെ ബാർജ് ടൈല് അതേപോലെയുള്ള സപ്പോർട്ടിംഗ് മെറ്റീരിയൽ വെച്ച് വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനും ലീക്കേജിൻ്റെ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഇതേ രീതിയിൽ കറക്റ്റായിട്ട് ഇവിടെ ഫിക്സ് ആയി കഴിഞ്ഞാൽ ഇനി ഇത് ചൂടാകും തോറും ഇതിലെ ഗാമ് ഉരുകി പിടിക്കും തോറും ഇവിടുത്തെ എല്ലാ ഗ്യാപ്പുകളും അടയും. ഒരു മോയ്സ്ചറോ ഒരു വെള്ളമില്ല. അതാണ് ഈ ടോപ്ലെക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഇത് ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ മെയ്ഡും കിട്ടും, നമുക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയലും കിട്ടും. ഇതിൽ അലുമിനിയവും ഇതൊക്കെ ചേർന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ലൈഫ് ലോങ് വാറൻറ്റി ഇതിനുണ്ടാകും ഇത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ മെത്തേഡിൽ നമ്മൾ റൂഫ് ചെയ്യുകയാണെങ്കിൽ റൂഫിന് നമുക്ക് 100% ഗ്യാരൻറ്റി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതേപോലെയുള്ള സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ റൂഫിംഗ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു റൂഫിംഗ്
തീർക്കാൻ സാധിക്കും. നമ്മൾ ടോപ്പ് ഫ്ലെക്സ് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിഡ്ജസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വെക്കുന്നത് ഹിപ്പ് സ്റ്റാർട്ടറാണ്. ഹിപ്പ് സ്റ്റാർട്ടർ പ്രോപ്പർലി വെച്ച് അത് നമ്മൾ ഈ റിഡ്ജ് ട്രീയിലേക്ക് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിഡ്ജ് ട്രീയിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് അതിൻ്റെ സ്ക്രൂവിൻ്റെ ടൈറ്റ്നെസ് ഒക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അടുത്ത റിഡ്ജസ് പിന്നെ നമ്മൾ മുകളിലേക്ക് ഫിക്സ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ ഇതിന് ഒരു സിലിക്കൺ സീലൻ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്ക്രൂവിന് വീണ്ടും മോയ്സ്ചറായി അത് ഡാമേജ് വരാതിരിക്കാനും അതിനൊരു കവറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കോണിൻ്റെ ഒരു കവറിങ്ങും കൂടി നമ്മൾ സ്ക്രൂവിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത റിഡ്ജസ് ഫിക്സ് ചെയ്യും. റിഡ്ജസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അകത്ത് ചെയ്തിരിക്കുന്ന ഈ ടോപ്പ് ഫ്ലെക്സ് പുറത്തേക്ക് കാണുകയോ അതിന് യാതൊരു വിസിബിലിറ്റിയും ഉണ്ടാകുന്നില്ല. അത് വിസിബിലിറ്റി ഉണ്ടാകാത്ത രീതിയിൽ വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾക്ക് റൂഫിംഗ് എക്സ്പെർട്ടിൻ്റെ ശരിയായ സേവനം ആവശ്യമായി വരുന്നത്. നമുക്ക് ഇത് ഒരിക്കലും ഇനി ഇത് അലൈൻമെൻറ്റ് മാറാനോ ഇതിൽ ഇനി വല്ല പക്ഷികളോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും എലി പോലെയുള്ള എന്തെങ്കിലും ജീവികൾ വന്നാൽ പോലും ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. നമ്മുടെ പ്രീമിയം ടൈലുകൾക്കോ സെറാമിക് ടൈലുകൾക്കോ ഒരു കാരണവശാലും നമുക്ക് സിമെൻറ്റുമായിട്ട് ബോണ്ടിങ് ആവില്ല. സിമെൻറ്റ് ഫിക്സിങ് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഫിക്സിംഗ് മെത്തേഡല്ല. പ്രീമിയം ടൈലുകൾ ഫിക്സിങ് ചെയ്യേണ്ട മെത്തേഡ് ശരിയായ മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതേ മെത്തേഡിൽ ചെയ്യുന്ന നമ്മുടെ റൂഫ് എന്നും 100% ലീക്കേജ് പ്രൂഫ് ആയിരിക്കും.
ഒരു ലീക്ക് പ്രൂഫായിട്ടുള്ള ഒരു റൂഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ഇനിയുമുള്ള വീഡിയോകൾ നിങ്ങൾ വീക്ഷിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.